വെൽക്കം. റഹ്മാനാണ്. ലോക്കൽ അനസ്തെറ്റിക് വീഡിയോ സീരീസിലെ നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ എന്താണ് ലോക്കൽ അനസ്തെറ്റിക് എന്ന് നമ്മൾ ആദ്യം പറയും. പിന്നീട് നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡ്രഗ്സ് യൂസ്ഡ് ആസ് ലോക്കൽ അനസ്തെറ്റിക് ആണ് നമ്മൾ പിന്നീട് പറയും. ദെൻ മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ലോക്കൽ അനസ്തെറ്റിക് പറയും. ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ലോക്കൽ അനസ്തെറ്റിക്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നമ്മൾ പറയും. ദെൻ യൂസസ് ഒന്ന് പറയണം, അഡ്വേഴ്സ് എഫക്റ്റും ഒന്ന് പറയും. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് ഈ വീഡിയോയിൽ. ഓരോ സെപ്പറേറ്റ് ലോക്കൽ അനസ്തെറ്റിക്കും നമുക്ക് സെപ്പറേറ്റ് പുറകെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഒരു കാര്യമുള്ളത് ടൈപ്സ് ആൻഡ് റൂട്ട്സ് ഓഫ് ലോക്കൽ അനസ്തെറ്റിക് അഡ്മിനിസ്ട്രേഷൻ, അതും നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോയിൽ ചെയ്യണം. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയും. ആദ്യം എന്താണ് ലോക്കൽ അനസ്തെറ്റിക്സ് എന്ന് പറയാം. നമ്മൾ ജനറൽ അനസ്തെറ്റിക്സിൽ പറഞ്ഞ പോലെ സെയിം ഡെഫിനിഷൻ തന്നെയാണ്. ഏജന്റ്സ് ഓർ ഡ്രഗ്സ് വിച്ച് പ്രൊഡ്യൂസ് എന്തുണ്ടാക്കുക, വിച്ച് പ്രൊഡ്യൂസ് റിവേഴ്സിബിൾ ലോസ് ഓഫ് സെൻസേഷൻ. സോ നമ്മൾ ജനറൽ അനസ്തെറ്റിക് എന്നുള്ള മാറ്റം അവിടെ റിവേഴ്സിബിൾ ലോസ് ഓഫ് കോൺഷ്യസ്നസ് കൂടിയാണ് നമ്മൾ പറഞ്ഞത്. സോ ഇതാണ് ഇവിടെ ഉള്ളൊരു മാറ്റം. എവിടെയാണ്? അറ്റ് ലോക്കൽ ഏരിയാസ്, ലോക്കൽ അല്ലെങ്കിൽ റീജിയണൽ ഏരിയാസ്. എവിടെ? വേർ ദ ഡ്രഗ് ഈസ് അപ്ലൈഡ്, മരുന്ന് ഉപയോഗിക്കുന്ന ഭാഗത്ത്, ആ പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുള്ള ഭാഗത്ത് മാത്രമായിരിക്കും ഇതിന്റെ ആക്ഷൻ. സോ ദീസ് ഡ്രഗ്സ് ആക്ട് ഇൻ ദ പെരിഫറൽ നെർവസ് സിസ്റ്റം. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈനൽ നെർവ്സിലാണ് ഇത് ആക്ട് ചെയ്യുക. സോ ദർ ഇസ് നോ CNS ഇൻവോൾവ്മെന്റ്. ഇതാണ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ഇൻവോൾവ്മെന്റ് ഇല്ലാത്തതാണ് ജനറൽ അനസ്തെറ്റിക്സുമായിട്ടുള്ള മാറ്റം. അതുകൊണ്ട് തന്നെ ദർ ഇസ് നോ ലോസ് ഓഫ് കോൺഷ്യസ്നസ്. സോ ദിസ് ഈസ് ലോക്കൽ അനസ്തെറ്റിക്. ഇനി നമുക്ക് ലോക്കൽ അനസ്തെറ്റിക്കിന്റെ ഡ്രഗ് ഏതെല്ലാമാണ് നോക്കാം, ഒന്ന് ക്ലാസിഫൈ ചെയ്യാം. സോ നമ്മൾ ലോക്കൽ അനസ്തെറ്റിക്കിന്റെ സ്ട്രക്ചർ നോക്കി കഴിഞ്ഞാൽ 3 ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ഒരു ഹൈഡ്രോഫിലിക് ഏരിയ ആണ്. മിക്കവാറും ഒരു അമിനോ ഗ്രൂപ്പ് ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ് ഹൈഡ്രോഫിലിക് ഏരിയ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഒരു ഹൈഡ്രോഫോബിക് ഏരിയ ആണ്. അവിടെ ഒരു മിക്കവാറും ഒരു അരോമാറ്റിക് റിംഗ് സ്ട്രക്ചർ കാണും. സോ ഇതാണ് അരോമാറ്റിക് ഏരിയ ഓർ ഹൈഡ്രോഫോബിക് ഏരിയ. ഈ ഭാഗമാണ് ലോക്കൽ അനസ്തെറ്റിക്സിന്റെ ആക്ഷൻ നിർണ്ണയിക്കുക. ഈ ഭാഗം കൊണ്ടായിരിക്കും മിക്കവാറും പ്രോപ്പർട്ടി, ലോക്കൽ അനസ്തെറ്റിക് പ്രോപ്പർട്ടി ഉള്ളത് ഈ ഭാഗം കൊണ്ടാണ്, ഹൈഡ്രോഫോബിക് ഏരിയ കൊണ്ടിട്ടാണ്. ഇനി മൂന്നാമത്തെ ഭാഗം ഇവർ രണ്ടിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇവിടെയാണ് മൂന്നാമത്തെ ഭാഗം. ലിങ്ക് ബിറ്റ്വീൻ അമിനോ ആൻഡ് അരോമാറ്റിക് ഏരിയാസ്. ഈ ലിങ്ക് ക്യാൻ ബി ആൻ എസ്റ്റർ, ചിലപ്പോൾ എസ്റ്ററാറ്റിക് ലിങ്ക് ആയിരിക്കാം, ഓർ ഇറ്റ് ക്യാൻ ബി ആൻ അമൈഡ് ആയിരിക്കാം. സോ ഈ ലിങ്കിങ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ മരുന്നുകളെ 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യുക. ഒന്ന് എസ്റ്റേഴ്സ് എന്ന് ക്ലാസിഫൈ ചെയ്യാം, 2 അമൈഡ്സ് എന്ന് ക്ലാസിഫൈ ചെയ്യാം. സാധാരണ നമ്മൾ ഫാർമക്കോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ് ചെയ്യുക. ഇതാണ് ഇതിന് ഏറ്റവും എളുപ്പം, അല്ലെങ്കിൽ പഠിക്കാനായിട്ട് എളുപ്പം ഇതാണ്. ഇനി നമുക്ക് എസ്റ്റർ വിഭാഗം ലോക്കൽ അനസ്തെറ്റിക് ഏതൊക്കെയാന്ന് നോക്കി കഴിഞ്ഞാൽ, ഒന്ന് ആദ്യം കണ്ടുപിടിച്ചത് കൊക്കെയിൻ ആണ്, കൊക്കെയിൻ. പിന്നെ നമുക്ക് 2 ഉള്ളത് ക്ലോറിൻ ചേർത്തിട്ടുള്ള ക്ലോർപ്രൊക്കെയിനും വെറും പ്രൊക്കെയിൻ. സോ പ്രൊക്കെയിൻ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ് ക്ലോർപ്രൊക്കെയിൻ, ഇതാണ് അടുത്ത മരുന്ന്. പിന്നെ അടുത്തത് ബെൻസോക്കെയിൻ ആണ്, ബെൻസോക്കെയിൻ ആൻഡ് ടെട്രാക്കെയിൻ. ടെട്രാക്കെയിന് വേറൊരു പേര് കൂടിയുണ്ട്, അമിത്തോക്കെയിൻ എന്നും അതിനെ വിളിക്കാറുണ്ട്, അമിത്തോക്കെയിൻ. ഇനി ബെൻസോക്കെയിന്റെ കൂടെ ബ്യൂട്ടൈൽ അമിനോ ബെൻസോയേറ്റ് ചേർത്തിട്ട് അത് കിട്ടുകയാണെങ്കിൽ അതിന്റെ പേര് ബ്യൂട്ടാംബെൻ എന്ന പേരിൽ, അതൊരു സർഫസ് അനസ്തെറ്റിക് ആയിട്ട് ഉപയോഗിക്കുകയാണ്, പുറമെ പുരട്ടാനായിട്ട് ഉപയോഗിക്കുന്നത്. ദെൻ പിന്നെ ഒരെണ്ണം ഉള്ളത് ഓക്സിതാസെയിൻ എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. ഇത് ടോപ്പിക്കലാണ്. ഇത് ആന്റാസിഡ്സിനൊക്കെ ഒപ്പം, നമ്മളിപ്പോൾ ഉദാഹരണം മ്യൂക്കെയിൻ ജെൽ എന്നൊക്കെ പറഞ്ഞത് ആന്റാസിഡ് ആണ്, അതിൻ്റെ ഒപ്പം കഴിക്കുമ്പോൾ ഗ്യാസ്ട്രിക് മ്യൂക്കോസൈൽ അനസ്തെറ്റിക് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് ഓക്സിതാസെയിൻ എന്ന് പറയും. പിന്നെ ഒരെണ്ണമുള്ളത് പ്രോപറാക്കെയിൻ ആണ്, പ്രോപറാക്കെയിൻ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. ഇത് വേറെ പേര് കൂടി ഉണ്ട്, അതിന് പ്രോക്സിമെറ്റാക്കെയിൻ എന്ന പേര് കൂടിയുണ്ട്. സോ ഇതും ഒരു എസ്റ്റർ ആണ്. സോ ഇത് കണ്ണിൽ തുള്ളി മരുന്നായിട്ട് ഒഴിക്കാനുള്ള എസ്റ്റർ ആണ്. ഇനി എസ്റ്റേഴ്സ് ഏതൊക്കെയാന്ന് നോക്കി കഴിഞ്ഞാൽ, ഈ എസ്റ്റേഴ്സിലെല്ലാം നമുക്ക് ഒറ്റ ഐയെ കാണാൻ പറ്റുള്ളൂ. വി ക്യാൻ സി ഓൺലി 1 ഐ ഇൻ എസ്റ്റർ. അങ്ങനെയാണ് നമ്മൾ എസ്റ്റർ ആണോ അമൈഡ് ആണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കുക. ഐയുടെ എണ്ണം നോക്കിയാൽ മതി. ഒറ്റ ഐ മാത്രം ഉള്ളെങ്കിൽ അതെല്ലാം എസ്റ്റേഴ്സ് ആണ്. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് അമൈഡ്സ് ആണ്. അമൈഡ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ അതിനകത്ത് 2 ഐ ഉണ്ട്. എവിടെയെങ്കിലൊക്കെ നോക്കി കഴിഞ്ഞാൽ വി ക്യാൻ സി 2 ഐസ്. ഇത് മൊത്തം ഓർക്കാനുള്ള ഒരു കോഡ് ബാം സ്പ്രെഡ് എന്നാണ്, ബാം സ്പ്രെഡ്, SPRED. ഇതിൽ എസ് സൈലന്റ് ആണ്. ബാമിലെ B ഫോർ ബുപ്പിവാക്കെയിൻ ആണ്, ബുപ്പിവാക്കെയിൻ എന്ന് പറയുന്ന മരുന്നാണ്. ബുപ്പി ഉണ്ട്, വാക്കെയിൻ, 2 ഐ ഉണ്ട്. വേറെണ്ണം കൂടി ഉണ്ട്, ലീവോ ബുപ്പിവാക്കെയിൻ കൂടിയുണ്ട്. ദെൻ A ഫോർ ആർട്ടിക്കെയിൻ ആണ്, ആർട്ടിക്
ലിഡോക്കെയിൻ എന്ന് പറയുന്ന മരുന്നാണ്. എൽ വെരി ഫേമസ് ആണ് ലിഗ്നോക്കെയിൻ, ഓർ അതിനെ നമ്മൾ ലിഡോക്കെയിൻ എന്നും വിളിക്കാം, ലിഡോക്കെയിൻ. പിന്നെ ലോക്കൽ പേര് സൈലോക്കെയിൻ എന്നും പറയുന്ന ഒരു പേരുണ്ട്. ദെൻ എം ഫോർ മെപ്പിവാക്കെയിൻ ആണ്, മെപ്പിവാക്കെയിൻ എന്ന് പറയും. എസ് ഇല്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ദെൻ പി ഫോർ പ്രിലോക്കെയിൻ ആണ്, പ്രിലോക്കെയിൻ എന്ന് പറയുന്നവരുണ്ട്. ദെൻ ആർ ഫോർ റോപ്പിവാക്കെയിൻ ആണ്, റോപ്പിവാക്കെയിൻ. ഇ ഫോർ ടിഡോക്കെയിൻ ആണ്, ടിഡോക്കെയിൻ എന്ന് പറയുന്ന മരുന്നുണ്ട്. ദെൻ ഡി ഫോർ ഡൈബ്യൂക്കെയിൻ, ഡൈബ്യൂക്കെയിന് വേറെ പേര് കൂടിയുണ്ട്, സിങ്കോക്കെയിൻ എന്ന പേര് കൂടി ഉണ്ട്. ഇനി ഈ പ്രിലോക്കെയിനും ലിഗ്നോക്കെയിനും കൂടി ചേർത്തിട്ട്, ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ഒരു യൂട്ടറ്റിക് മിക്സ്ചർ കൂടി അവൈലബിൾ ആണ് സ്കിന്നിലൊക്കെ ഉപയോഗിക്കാൻ. ഇനി നമുക്ക് ഈ എസ്റ്റേഴ്സിനെയും അമൈഡ്സിനെയും ഒന്ന് കമ്പയർ ചെയ്യാം. ഈ ഭാഗത്ത് എസ്റ്റേഴ്സ് എഴുതാം, ഈ ഭാഗത്ത് നമുക്ക് അമൈഡ്സ്. ഇതിനൊന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എസ്റ്റേഴ്സ് മിക്കവാറും ഷോർട്ട് ആക്ടിംഗ് ആണ്. ഇത് ഷോർട്ട് ആക്ടിംഗ് ആവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ബ്ലഡിലുള്ള പ്ലാസ്മയിലുള്ള എസ്റ്ററേസസ് എന്ന് പറയുന്ന എൻസൈംസ് ഉണ്ട്. സോ ഇത് ഇവയെ ഡീഗ്രേഡ് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് ഇത് ഷോർട്ട് ആക്ടിംഗ്. ഇവയിൽ ഏറ്റവും ഷോർട്ട് ആക്ടിംഗ് ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ പേര് ക്ലോർപ്രൊക്കെയിൻ ആണ്. ക്ലോർപ്രൊക്കെയിൻ ആണ് ഏറ്റവും ഷോർട്ട് ആക്ടിംഗ്. ഈ ഗ്രൂപ്പിലെ കൊക്കെയിൻ പക്ഷേ പ്ലാസ്മ എസ്റ്ററേസുമായിട്ട് ഒത്തുപോകില്ല, സോ മെറ്റബോളിസം നടക്കില്ല. സോ അത് തന്നെ ലിവറിലുള്ള എസ്റ്ററേസ് വഴിയാണ് അതിന്റെ മെറ്റബോളിസം. ഇനി പ്ലാസ്മ എസ്റ്ററേസ് CSF ഇല്ല എന്ന് നമ്മൾ ഓർക്കുക. നമ്മൾ എപ്പോഴെങ്കിലും ഇത് മരുന്ന് CSF-ലേക്ക് കുത്തിവെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ആക്ടിംഗ് എഫക്റ്റ് ആയിരിക്കില്ല കിട്ടുക, കുറച്ചും കൂടി കൂടുതൽ നേരം. ബിക്കോസ് സ്പൈനൽ അനസ്തീഷ്യ കൊടുക്കുമ്പോഴത്തേക്കും അവിടെ പ്ലാസ്മ എസ്റ്ററേസ് ഇല്ലാത്തതുകൊണ്ട് ഷോർട്ട് ആക്ടിംഗ് ഫലമല്ല, കുറച്ചും കൂടി ദീർഘനേരമായിട്ടായിരിക്കും ഫലം കിട്ടുക. ഇനി അമൈഡ്സ് നോക്കി കഴിഞ്ഞാൽ അമൈഡ്സ് എല്ലാം തന്നെ ലോങ് ആക്ടിംഗ് ആണ്. അമൈഡ്സ് ഇത് പ്ലാസ്മ എസ്റ്ററേസസ് ഡീഗ്രഡേഷൻ ഇല്ല, പക്ഷെ ഇത് നടക്കുന്നത് ലിവറിൽ വെച്ചിട്ടാണ്, കരളിൽ വെച്ചിട്ട്. CYP 450 ടൈപ്സ് ഓഫ് എൻസൈംസ് ആണ് ഇവയെ മെറ്റബോളൈസ് ചെയ്യുന്നത്. ആൻഡ് ഇതിൽ ലോങ് ആക്ടിംഗ് ആണെന്ന് പറഞ്ഞു. ഇതിൽ ഏറ്റവും ലോങ് ആക്ടിംഗ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈബ്യൂക്കെയിൻ ആണ്. ഡൈബ്യൂക്കെയിൻ ആണ് ഏറ്റവും ലോങ് ആക്ടിംഗ്. ഇവിടെയും ഈ എസ്റ്ററേസസിലൊരു എക്സെപ്ഷൻ ഉണ്ട്, അത് ആർട്ടിക്കെയിൻ എന്ന് പറയുന്ന മരുന്നാണ്. ആർട്ടിക്കെയിൻ പക്ഷേ പ്ലാസ്മ എസ്റ്ററേസസ് വഴി നശിക്കുന്നുണ്ട്, ഈവൻ ദോ ഇറ്റ് ഈസ് an amide. ഇനി അടുത്ത വ്യത്യാസം, രണ്ടാമത്തെ വ്യത്യാസം എസ്റ്ററേസസ് മൂലം തന്നെയാണ്. എസ്റ്ററേസസ് ഇത് ലിവർ സേഫ് ആണ്, കാരണം ഇത് ലിവറിൽ വെച്ചിട്ട് മെറ്റബോളിസം നടക്കുന്നില്ല. പക്ഷേ ഇത് ലിവർ രോഗികളിൽ, കരൾ രോഗികളിലൊക്കെ നമ്മൾ സൂക്ഷിച്ചു കൊടുക്കണം, ബിക്കോസ് മെറ്റബോളിസം ഈസ് ഹാപ്പനിങ് ഇൻ ദ ലിവർ. മൂന്നാമത്തെ വ്യത്യാസം എന്ന് വെച്ചാൽ പ്ലാസ്മയിൽ വെച്ച് നശിച്ചു പോകുന്നതുകൊണ്ട് പ്ലാസ്മ പ്രോട്ടീൻ ബൈൻഡിങ് ഇല്ല ഈ മരുന്നുകൾക്ക്. പക്ഷേ ഇത് പ്ലാസ്മ പ്രോട്ടീൻ ബൈൻഡിങ് ഉണ്ട്. എവിടെയാണ് ബൈൻഡ് ചെയ്യുന്നത് വെച്ചാൽ ദീസ് ഡ്രഗ്സ് ഓൾ ആർ ബേസസ് ആണ്, ആൽക്കലൈൻ ആണ്, അതുകൊണ്ട് ബൈൻഡ് ചെയ്യുക α1 ആസിഡ് ഗ്ലൈക്കോ പ്രോട്ടീനിലാണ് ബൈൻഡ് ചെയ്യുക, ആൽബുമിനിൽ അല്ല. ഇനി അടുത്ത പ്രധാന പോയിന്റ്, എസ്റ്ററേസസിന് ഹൈപ്പർ സെൻസിറ്റിവിറ്റി കൂടുതലാണ്. ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് ഇതിന് കൂടുതലാണ്, അപ്പോൾ അതുകൊണ്ട് അലർജിക് റിയാക്ഷൻസ് ഇതിന് കൂടുതലാണ്. പക്ഷെ ഇതിന് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ താരതമ്യേന വളരെ കുറവാണ്. എങ്കിലും ചിലത് ചിലപ്പോൾ പാരബനൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമുള്ള ആൾക്കാർക്ക് പ്രശ്നമാകാം. അല്ലെങ്കിൽ ഇവ കമ്പാരിറ്റീവ്ലി സേഫർ ഡ്രഗ് ആണ്, ഇതിന് അലർജിക് റിയാക്ഷൻസ് കൂടുതലാണ്. ഇനി നമുക്ക് പറയേണ്ടത് മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ്. എങ്ങനെയാണ് ആക്ട് ചെയ്യുക, മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ലോക്കൽ അനസ്തെറ്റിക്സ്. സോ അടിസ്ഥാനപരമായ ലോക്കൽ അനസ്തെറ്റിക്സ് എല്ലാം തന്നെ വോൾട്ടേജ് ഗേറ്റഡ് സോഡിയം ചാനലിനെ ബ്ലോക്ക് ചെയ്യുന്ന മരുന്നുകളാണ്, തടയുന്ന മരുന്നുകളാണ്. ന്യൂറോൺസിൽ കണ്ടക്ഷൻ ബ്ലോക്ക് ഉണ്ടാകും. ബ്ലോക്കേഡ് ഈസ് ഫ്രീക്വൻസി ഡിപ്പെൻഡന്റ് ആണ്. ഫ്രീക്വൻസി ഡിപ്പെൻഡന്റ് ബ്ലോക്കേഡ്, അതായത് നെർവ് കൂടുതൽ സ്റ്റിമുലേറ്റഡ് ആണെങ്കിൽ ഇതിനെ വേഗത്തിൽ ബ്ലോക്ക് ചെയ്യും. സോ ഇതിനെ നമുക്ക് യൂസ് ഡിപ്പെൻഡന്റ് ബ്ലോക്കേഡ് എന്നും പറയാറുണ്ട്. യൂസ് ഡിപ്പെൻഡന്റ് ബ്ലോക്കേഡ് ഉണ്ടാക്കുന്ന മരുന്നുകളാണ് ഈ വിഭാഗം മരുന്ന് തടയുന്നത് സോഡിയം ചാനലിനെയാണ്. നമ്മൾ പറഞ്ഞു സോഡിയം ചാനൽ, ഇപ്പം ഇത് മെംബ്രെയിൻ ആണെങ്കിൽ സോഡിയം ചാനലിനെയാണ് തടയുക. സോ സോഡിയം ചാനൽ എക്സിസ്റ്റ് ഇൻ 3 ഫോമിലിരിക്കും. സോഡിയം ചാനലിനെ തടയുന്നത് പുറത്തു നിന്നല്ല, അകത്തു നിന്നാണ്, ഉള്ളിൽ നിന്നാണ് തടയുക. സോ അതിന് മരുന്ന് ആദ്യം സെൽ മെംബ്രെയിൻ, ഈ സെൽ മെംബ്രെയിൻ ക്രോസ് ചെയ്യണം. സെൽ മെംബ്രെയിൻ കടന്നു വരുന്ന ലോക്കൽ അനസ്തെറ്റിക് ഇവിടെ വന്നിട്ടായിരിക്കും ബ്ലോക്ക് ചെയ്യുക. ഇവിടെ ലോക്കൽ അനസ്തെറ്റിക് ബൈൻഡ് ചെയ്യാനായിട്ടുള്ള സൈറ്റിലായിരിക്കും ബ്ലോക്ക്. സോ സോഡിയം ചാനൽ 3 സ്റ്റേറ്റിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് റെസ്റ്റിംഗ് സ്റ്റേറ്റ് ആണ്. റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ സോഡിയത്തിനകത്തേക്ക് കടക്കാൻ പറ്റാത്ത സ്റ്റേജ് ആണ്. സോ ഇവിടുത്തെ ഗേറ്റ് അപ്പോൾ ക്ലോസ്ഡ് ആയിട്ടാണ് ഇരിക്കും. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പൺ സിറ്റുവേഷൻ ആണ്. സോഡിയം ചാനൽസ് ആർ ഓപ്പൺ ഓർ ആക്ടിവേറ്റഡ് എന്നാണ് ഇതിന് പറയുക. സോ ആക്ടിവേഷൻ ഗേറ്റ് എന്ന് പറഞ്ഞ ഗേറ്റ് ഇവിടെ ഉണ്ട്, ദെൻ ഇനാക്ടിവേഷൻ ഗേറ്റ് എന്ന് പറഞ്ഞ ഗേറ്റ് ഉണ്ട്. ഞാൻ അത്രയും ഡീറ്റെയിലേക്ക് പോകുന്നില്ല. സോ ഇത് രണ്ടും തുറന്നിരിക്കുന്ന അവസ്ഥയാണ്. സോ ഈ സമയത്താണ് ലോക്കൽ അനസ്തെറ്റിക്സിന് ഇവിടെ വന്ന് ഒട്ടിച്ചേരാനായിട്ട് സാധിക്കും. സോ ആക്ടിവേറ്റഡ് സ്റ്റേജിൽ അല്ലെങ്കിൽ ഓപ്പൺ സ്റ്റേജിൽ ലോക്കൽ അനസ്തെറ്റിക് ഒട്ടിച്ചേരും, ദെൻ ഗേറ്റ് ക്ലോസ് ചെയ്യും. ഇനി മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ഗേറ്റ് ഓപ്പൺ ആണ്, ഒരു ഗേറ്റ് അടഞ്ഞു കിടക്കും. സോ ഇതിനെ നമ്മൾ ക്ലോസ്ഡ് സ്റ്റേറ്റ് എന്നാണ് പറയുക. സോ ക്ലോസ്ഡ് സ്റ്റേറ്റ് ഓർ ഇനാക്ടിവേറ്റഡ് സ്റ്റേറ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ലോക്കൽ അനസ്തെറ്റിക് ബൈൻഡ് ചെയ്യുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോക്കൽ അനസ്തെറ്റിക് ഞാൻ ഓൾറെഡി പറഞ്ഞു
ആക്ടിവേറ്റഡ് സ്റ്റേറ്റിലാണ് ബൈൻഡ് ചെയ്യുക. സോ സോഡിയം ചാനലുകൾ കൂടുതൽ തുറന്നു കഴിഞ്ഞാൽ ബ്ലോക്കേഡ് കൂടും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഫ്രീക്വൻസി ഡിപ്പെൻഡന്റ് എന്നോ യൂസ് ഡിപ്പെൻഡന്റ് ബ്ലോക്കേഡ് എന്നോ നമുക്ക് പറയാം. സോ സോഡിയം ചാനൽ തടഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ന്യൂറോൺസിൽ നോ ഡീപോളറൈസേഷൻ നടക്കില്ല, ആക്ഷൻ പൊട്ടൻഷ്യൽ ഇല്ല, ന്യൂറോൺസ് വർക്ക് ചെയ്യുന്നില്ല, നോ കണ്ടക്ഷൻ. സോ ഇവിടുന്ന് ഒരു വിവരം ഇവിടത്തേക്ക് എത്തുന്ന കാര്യം ഉദിക്കുന്നില്ല, ആക്ഷൻ സെൻസറി ഇമ്പൾസസ് ഒന്നും പോകുന്നില്ല, നമ്മൾ വേദന അറിയുന്നില്ല, ലോക്കൽ അനസ്തെറ്റിക് എഫക്ട് കിട്ടും. ഇനി ഇത് ഏത് തരം ന്യൂറോൺസിനെയാണ് കൂടുതൽ ബ്ലോക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോണമിക് നെർവസ് സിസ്റ്റം, ഓട്ടോണമിക് നെർവ്സിനെയാണ് ഇത് കൂടുതലായിട്ട് ബ്ലോക്ക് ചെയ്യുക, കൂടുതൽ വേഗത്തിൽ ബ്ലോക്ക് ചെയ്യുക. ഇനി സൊമാറ്റിക് നെർവ്സിനെ ഏതൊക്കെയാണ് കൂടുതൽ ബ്ലോക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നോൺ മൈലിനേറ്റഡ് നെർവിനായിരിക്കും കൂടുതൽ ബ്ലോക്ക് ചെയ്യുക. മൈലിനേറ്റഡ് നെർവിനേക്കാളും നോൺ മൈലിനേറ്റഡ്, കാരണം സോഡിയം ചാനൽ അവിടെ കൂടുതലായിരിക്കും. ഇനി ഈ ന്യൂറോണിന്റെ ഡയമീറ്റർ നോക്കി കഴിഞ്ഞാൽ എ ഗാമയെ ആദ്യം ബ്ലോക്ക് ചെയ്യും, ദെൻ എ ഡെൽറ്റ, ദെൻ എ ബീറ്റ, ദെൻ ബി ആൻഡ് സി. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രോഗ്രസ്. സോ ചെറുതിനായിരിക്കും ആദ്യം ബ്ലോക്ക് ചെയ്യുക. ഹൈപ്പോക്സിക് സ്റ്റേറ്റിലൊക്കെ ആണെങ്കിൽ ബിനെ ആദ്യം ബ്ലോക്ക് ചെയ്യും, ദെൻ എനെ ബ്ലോക്ക് ചെയ്യും, ദെൻ സിനെ. സോ ഇതിനെ നമ്മൾ വിളിക്കുക ഡിഫറൻഷ്യൽ ബ്ലോക്കേഡ് എന്നാണ്. ഡിഫറൻഷ്യൽ ബ്ലോക്കേഡ് ബിക്കോസ് എല്ലാ നെർവുകളെയും ഒരേപോലെ അല്ല ബ്ലോക്ക് ചെയ്യുക. ഡിഫറൻഷ്യൽ ബ്ലോക്കേഡ് ഓഫ് നെർവ് ഫൈബേഴ്സ് ഉണ്ട്. ഇനി ലോക്കൽ അനസ്തെറ്റിക്സിന് മാത്രമായി ചില പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്ന് ലിപ്പിഡ് സോലിബിലിറ്റി ആണ്. ലിപ്പിഡ് സോലിബിലിറ്റി അതിന് സെൽ മെംബ്രെയിൻ കടന്നിട്ട് ഉള്ളിൽ കടന്നിട്ട് ഇതിന് ചാനലിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പൊ സെൽ മെംബ്രെയിൻ കടക്കണം. സോ മോർ ലിപ്പിഡ് സോലിബിൾ ആണെങ്കിൽ മോർ എൻട്രി. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ആക്ഷൻ, ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ, പൊട്ടൻസി എല്ലാം കൂടും. സോ കൂടുതൽ ലിപ്പിഡ് സോലിബിൾ ആണെങ്കിൽ ഡോസ് കുറച്ച് മതി. ഒന്നതാണ്. രണ്ടാമത്തത് എല്ലാ ലോക്കൽ അനസ്തെറ്റിക്സും ബേസിക് ആണ്. അടിസ്ഥാനപരമായിട്ട് ദീസ് ആർ ബേസിക് കോമ്പൗണ്ട്സ്. നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞു. സോ ഇത് വെള്ളത്തിൽ അലിയിപ്പിക്കാൻ നമ്മൾ ഫോർമുലേഷൻ ഉണ്ടാക്കുമ്പോൾ ഇവ ആസിഡിക് ആക്കുന്നുണ്ട്. ഫോർമുലേഷൻ ആസിഡിക് ആക്കും. അത് മാത്രമല്ല മിക്കപ്പോഴും ഇതിനകത്ത് അഡ്രിനാലിൻ പോലെയുള്ള ചേർന്നുണ്ടാവും. അതിന്റെ ഓക്സിഡേഷനും തടയാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ആസിഡിക് ആക്കുക. അപ്പോഴാണ് വെള്ളത്തിൽ അലിയുള്ളൂ. പക്ഷെ നമുക്ക് കൊടുക്കണമെങ്കിൽ, കുത്തിവെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആക്ഷൻ കൂടുതലും കിട്ടണമെങ്കിൽ അസിഡിക് ആയിരുന്നാലോ ബേസിക് ആയിട്ടിരുന്നാലോ നടക്കില്ല. മോർ ലിപ്പിഡ് സോലിബിൾ ആവണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അതിനകത്തേക്ക് സോഡിയം ബൈകാർബണേറ്റ് ആഡ് ചെയ്യും. കുത്തിവെക്കുന്നതിന് മുമ്പ് സോഡിയം ബൈകാർബണേറ്റ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യും. ഈ മരുന്നിന്റെ എല്ലാം PK വാല്യൂ എന്ന് പറയുന്ന ഒരു 7, 8 to 9 ഇടയിലാണ്. സാധാരണ കുത്തിവെക്കുന്നതിന് മുമ്പ് സോഡിയം ബൈകാർബണേറ്റ് ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ബിക്കോസ് ഓഫ് കോമൺ അയോൺ എഫക്ട്. സോ ഇത് ഓൾറെഡി ബേസിക് ആണ്. അപ്പോൾ ഡ്രഗ് ബേസിക് ആണ്, ആഡ് ചെയ്ത് സോഡിയം ബൈകാർബണേറ്റും കൂടി ആഡ് ചെയ്യുമ്പോഴത്തേക്കും ബേസിക് അല്ലെങ്കിൽ അൺഅയോണൈസ്ഡ് ആകും. മരുന്നുകൾ അൺഅയോണൈസ്ഡ് ആകുമ്പോൾ എന്താ ഗുണം? സെൽ മെംബ്രെയിൻ കൂടുതലായിട്ട് ക്രോസ് ചെയ്യും. സെൽ മെംബ്രെയിൻ കൂടുതലായിട്ട് ക്രോസ് ചെയ്ത് അകത്തെത്തി കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഇത് അയോണൈസ് ചെയ്യും. അയോണൈസ്ഡ് ഡ്രഗ് ആണ് ഇവിടെ കൂടുതൽ ബൈൻഡ് ചെയ്യുക. സോ അങ്ങനെ കൂടുതൽ ആക്ഷൻ. മാത്രമല്ല അയോണൈസ്ഡ് ഡ്രഗ് പുറത്തേക്ക് പോകത്തില്ല. അപ്പൊ ലോങ് ആക്ടിങ് കൂടിയായിരിക്കും. സോ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? സോഡിയം ബൈകാർബണേറ്റ് ആഡ് ചെയ്യുക ടു മേക്ക് ഇറ്റ് മോർ ലിപ്പിഡ് സോലബിൾ ടു എൻറ്റർ ഇൻ ടു എല്ലാ മരുന്നിനും. പക്ഷേ ഇങ്ങനെ സോഡിയം ബൈകാർബണേറ്റ് ആഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണം ബുപ്പിവാക്കേൻ എന്ന് പറയുന്ന മരുന്നിനേക്ക് സോഡിയം ബൈകാർബണേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ഇൻസോലബിൾ പ്രസിപ്പിറ്റേഷൻ ഉണ്ടാകും. സോ അതർ ദാൻ ബുപ്പിവാക്കേൻ നമ്മൾ ബാക്കി എല്ലാ മരുന്നിലും സോഡിയം ബൈകാർബണേറ്റ് ആഡ് ചെയ്തിട്ടായിരിക്കും പലപ്പോഴും ഉപയോഗിക്കും. ഇനി അടുത്ത പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ് ആയിരിക്കും ലോക്കൽ അനസ്തെറ്റിക്സിനൊപ്പം മിക്കവാറും നമ്മൾ എപ്പോഴും ഒരു വാസോ കൺസ്ട്രിക്ടർ കൂടി ആഡ് ചെയ്യാറുണ്ട്. വാസോ കൺസ്ട്രിക്ടർ ലൈക്ക് അഡ്രിനാലിൻ പോലെയുള്ള ചേർത്തിട്ടായിരിക്കും ആഡ് ചെയ്യുക. ഇത് ആഡ് ചെയ്യാൻ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ കുത്തിവെക്കുകയാണെന്ന് വിചാരിക്കുക. ലോക്കൽ കുത്തിവെക്കുമ്പോൾ വാസോ കൺസ്ട്രിക്ടർ കൂടി ഉണ്ടെങ്കിൽ ബ്ലഡ് വെസൽ, അവിടെയുള്ള ബ്ലഡ് വെസൽ ചുരുങ്ങും. അവിടെയുള്ള ബ്ലഡ് വെസൽ ചുരുങ്ങി കഴിഞ്ഞാൽ അത്രയും ഭാഗത്ത് മാത്രമായിരിക്കും ഡ്രഗ് ആക്ട് ചെയ്യുക. സോ ഡ്രഗിന്റെ ലോക്കൽ എഫക്ട് കൂടുതലായിട്ട് കിട്ടും. മാത്രമല്ല അതിന്റെ സിസ്റ്റമിക് അബ്സോർഷൻ, ഇത് കൂടുതൽ ബ്ലഡിലൂടെ പോയി ബാക്കിയുള്ള സ്ഥലത്ത് എത്തുമ്പോൾ സിസ്റ്റമിക് അബ്സോർഷൻ കുറയ്ക്കും. സോ സിസ്റ്റമിക് അബ്സോർഷൻ കുറയ്ക്കുന്നത് മൂലം കൂടുതൽ ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ലോക്കൽ എഫക്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്യുക. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ വാസോ കൺസ്ട്രിക്ഷൻ മൂലം ബ്ലഡ് ഫ്ലോ ആ ഭാഗത്തേക്ക് കുറയും. അപ്പൊ നമുക്കൊരു ബ്ലഡ് ലെസ് ഫീൽഡ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഇത് കാരണമാണ്. മാത്രമല്ല ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ, ആ പ്രത്യേക ഭാഗത്ത് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ വർദ്ധിക്കും. ദെൻ സാധാരണ ഇങ്ങനെ ചേർക്കുന്ന ഏതൊക്കെയാണെന്ന് വെച്ചാൽ അഡ്രിനാലിൻ ചേർക്കാറുണ്ട്, ഫിനൈലെഫ്രിൻ നമ്മൾ ചേർക്കാറുണ്ട്. ദെൻ വേറൊരെണ്ണം അഡ്രിനാലിൻ പോലെയുള്ള ഫെലിപ്രസിൻ എന്ന് പറയുന്ന ഒരു സിന്തറ്റിക് അഡ്രിനാലിൻ ലൈക്ക് ഡ്രഗ് ആണ്, അതും ആഡ് ചെയ്യാറ്. അഡ്രിനാലിൻ നമ്മൾ സാധാരണ 1:50,000 to 2 lakh, 2 ലക്ഷം വരെയൊക്കെയാണ്, ചിലപ്പോൾ 3 ലക്ഷം വരെ. ഇതിൽ 2 ലക്ഷമാണ് ഏറ്റവും അധികം ഉപയോഗിക്കുക. ഇതായിരിക്കും നമ്മൾ ആഡ് ചെയ്യുക. പക്ഷേ അഡ്രിനാലിൻ ചേർത്ത ഇങ്ങനെയുള്ള സാധനങ്ങൾ MI ഉള്ള രോഗികളിൽ ആഡ് ചെയ്യാൻ പാടില്ല. ദെൻ IV ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ, റീജിയണൽ അനസ്തീഷ്യക്ക് കൊടുക്കുകയാണെങ്കിൽ പറ്റില്ല. ദെൻ നമ്മൾ ഏതെങ്കിലും സെൽ, ഒരു ഓർഗന്റെ ടിപ്പ് ഓഫ് ദ ഓർഗൻ, ആ ഭാഗത്ത് അവിടെ അനാസ്റ്റമോസ് ഇല്ല, വെയിൻ ടു ആർട്ടറി അനാസ്റ്റമോസിസ് ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഭാഗം, ഇപ്പോൾ ഉദാഹരണത്തിന് മൂക്കിന്റെ തുമ്പ് അല്ലെങ്കിൽ വിരലുകൾ, പെന്നീസ്, പിൻ ഓഫ് ദ ഇയർ, ഇങ്ങനെയൊക്കെയുള്ള ടിപ്പ് സർജറിക്കൊന്നും നമ്മൾ ഇങ്ങനെയുള്ളത് കൊടുക്കാൻ പാടില്ല. ദെൻ ഹൈപ്പർ ടെൻഷൻ ഉള്ള രോഗികളിൽ ഇങ്ങനെയുള്ളത് കൊടുക്കാൻ പാടില്ല. അരിത്മിയ ഉള്ള രോഗികളിലും നമ്മൾ ലോക്കൽ അനസ്തെറ്റിക്കിന്റെ കൂടെ അഡ്രിനാലിനോ വാസോ കൺസ്ട്രിക്ടർ ചേർന്നത് നമ്മൾ കൊടുക്കാൻ പാടില്ല.
പക്ഷേ ഫെർലിപ്രസിന് കാർഡിയോവാസ്കുലർ എഫക്റ്റ് കുറവാണ്, ഹൃദയത്തിൽ ഇതിന് കാര്യമായിട്ടുള്ള എഫക്റ്റ് ഇല്ല. സോ അതുകൊണ്ട് അരിത്മിയയിലോ MIയിലോ ഒക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി ഈ മരുന്ന് ഗ്രൂപ്പിലെ കൊക്കൈന് സ്വന്തമായിട്ട് വാസോ കൺസ്ട്രിക്ടർ ആക്ഷൻ കൂടിയുണ്ട്. മാത്രമല്ല അതിന് ഇൻക്രീസ് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ കൂടി പറ്റും. അപ്പോൾ അതുകൊണ്ട് ഹാർഡിയാക് പ്രശ്നങ്ങളിലൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ദെൻ സാധാരണ ഇതിന്റെ അഡ്വേഴ്സ് എഫക്റ്റ് എന്ന് വെച്ചാൽ തലവേദനയൊക്കെയാണ്. തലവേദന, ഡിസിനെസ് പോലെയുള്ള പ്രശ്നങ്ങളാണ്. ഇപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ എന്തൊക്കെ ആക്ഷൻ ഉണ്ടാക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ ഇതെല്ലാം തന്നെ സ്റ്റിമുലേഷൻ ആണ് ഉണ്ടാക്കുക. സ്റ്റിമുലേഷൻ ഫോളോഡ് ബൈ ഡിപ്രഷൻ. ആദ്യം സ്റ്റിമുലേഷൻ ഫോളോഡ് ബൈ ഡിപ്രഷൻ. കൊക്കൈൻ ആണെങ്കിൽ സ്റ്റിമുലന്റ് ആണ് സാധനം, അതുകൊണ്ടാണ് അത് ദുരുപയോഗം ചെയ്യുന്നത്. ദെൻ മിക്കവാറും അഡ്വേഴ്സ് എഫക്റ്റ് ഒക്കെ കുറവാണ്. ഓവർ ഡോസിൽ മാത്രമാണ് ഇപ്പോൾ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിലേക്കുള്ള അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാകുക. ഇപ്പോൾ ഉദാഹരണത്തിന് വായിൽ നംനെസ് വരും, അല്ലെങ്കിൽ ബ്ലഡ് വിഷൻ, ഡ്രൗസിനെസ്, ഡിസ്ഫോറിയ അങ്ങനെയൊക്കെ വന്നിട്ടായിരിക്കും സീഷർ, റെസ്പിറേറ്ററി ഡിപ്രഷനിലേക്കൊക്കെ പോവുക. സാധാരണ ഈ എഫക്റ്റ് കിട്ടാനായിട്ട് ലിഗ്നോക്കെയിൻ ആണെങ്കിൽ ഒരു 10 to 15 മൈക്രോഗ്രാം പെർ ml, ഹൈ ടോക്സിറ്റി ആണെങ്കിൽ 25 മൈക്രോഗ്രാം പെർ ml ഒക്കെ വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം. സാധാരണ രീതിയിൽ വളരെയധികം അഡ്വേഴ്സ് എഫക്റ്റ് കുറവാണ്. ദെൻ കാർഡിയോവാസ്കുലർ ഡിപ്രസന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു എല്ലാ മരുന്നുകളും. അതിൽ എസ്പെഷ്യലി ബുപ്പിവാക്കെയിൻ എന്ന് പറയുന്ന മരുന്നാണ് ഇതിൽ ഏറ്റവും കൂടുതൽ കാർഡിയോവാസ്കുലർ സൈഡ് എഫക്റ്റ് കൂടുതലുള്ളത്. അതുകൊണ്ട് കാർഡിയോവാസ്കുലർ എഫക്റ്റിന് ബുപ്പിവാക്കെയിൻ ഉപയോഗിക്കില്ല. ഇതിന്റെ വേറൊരു ഫോമാണ് ലീവോ ബുപ്പിവാക്കെയിൻ. ഇവയ്ക്ക് കമ്പാരിറ്റീവ്ലി കുറച്ച് എഫക്റ്റ് കുറവാണ്, കാർഡിയോവാസ്കുലർ എഫക്റ്റ് കുറവാണ്. ദെൻ അടുത്ത പ്രശ്നം, ഇഞ്ചക്ഷൻ കൊടുക്കുന്ന സ്ഥലത്ത് ലോക്കൽ ടിഷ്യൂ ഇഞ്ചുറി ഉണ്ടാകാം, ചിലപ്പോഴെങ്കിലും ഉണ്ടാകാം. ദെൻ മറ്റൊരു പ്രശ്നം, എല്ലാ മരുന്നിനൊന്നും ഇല്ല എങ്കിലും മെത്തിമോഗ്ലോബിനീമിയ എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാകാം. ദാറ്റ് മീൻസ് ഹീമോഗ്ലോബിനെ ഓൾട്ടർ ചെയ്യുന്ന സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഹീമോഗ്ലോബിന് കൃത്യമായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് സെൻട്രൽ സയനോസിസ്, ശരീരം നീല കളറിലൊക്കെ ആകുക ചിലപ്പോൾ അപൂർവമായിട്ട് ഉണ്ടാകാം. ദെൻ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വേഴ്സ് എഫക്റ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി, അലർജിക് റിയാക്ഷൻ ആണ്. അത് എസ്റ്റേഴ്സിനാണ് കൂടുതൽ, അമൈഡ്സിന് കുറവാണ് എന്ന് നമ്മൾ പറഞ്ഞു. എസ്റ്റേഴ്സിന് കുറച്ച് കൂടുതൽ അലർജി ചാൻസുകൾ കൂടുതലാണ്, മോർ ചാൻസ്. ഇനി അവസാനമായിട്ട് നമുക്ക് യൂസസ് ആണ് പറയാം. യൂസസ് ഇതിന്റെ റൂട്ട്സ് അനുസരിച്ചിട്ടാണ് ഇതിന്റെ യൂസ്. ഒന്ന് ടോപ്പിക്കൽ, പുറമേക്ക് ഉപയോഗിക്കുകയാണ്, സ്കിന്നിൽ ഉപയോഗിക്കാം. സർഫസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് നമുക്ക് ഇതിന് പറയാം. സ്കിന്നിൽ പുരട്ടാം, കണ്ണിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ദെൻ GITയിൽ ഇപ്പോൾ ഓക്സിത്താസൈൻ എന്ന് പറയുന്ന GIT അനസ്തെറ്റിക് ആണെന്ന് പറഞ്ഞു, അത് തൊണ്ടയിലൊക്കെ നമുക്ക് ഗുണകരമാണ്. സോ ടോപ്പിക്കൽ യൂസ്. 2 ഇൻഫിൽട്രേഷൻ ആയിട്ട് കൊടുക്കാം. ഇൻഫിൽട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീപ്പർ ടിഷ്യൂസിലേക്കാണ്, കുറച്ചും കൂടി ഡീപ്പർ ടിഷ്യൂസിലേക്ക് കുത്തിവെക്കുന്നത്. ഇപ്പോൾ അമൈഡ്സ് നമുക്ക് ഉപയോഗിക്കാം, ലിഗ്നോക്കെയിൻ, ബുപ്പിവാക്കെയിൻ, ഡൈബ്യൂക്കെയിൻ, പ്രൊക്കെയിനും ടെട്രാക്കെയിൻ ഒക്കെ നമുക്ക് കൊടുക്കാം. മൂന്നാമത്തെ ഉപയോഗം ഫീൽഡ് ബ്ലോക്കിനാണ്. ഒരു പ്രത്യേക ഭാഗം ബ്ലോക്ക് ചെയ്യാനായിട്ട് സബ്ക്യൂട്ടേനിയസ് ആയിട്ട് കൊടുക്കുന്നതാണ്. നാലാമത്തെ ഉപയോഗം ട്യൂമിസെന്റ് എന്നാണ് പറയുക. ട്യൂമിസെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുക ലിപ്പോസക്ഷന് വേണ്ടിയിട്ടാണ്. ലിപ്പോസക്ഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ ഭാഗത്ത് കൊടുക്കാൻ. അഞ്ചാമത്തത് നെർവ് ബ്ലോക്കിന് വേണ്ടി കൊടുക്കാം. നെർവ് ബ്ലോക്ക് എന്ന് വെച്ചാൽ ഒരു പെരിഫറൽ നെർവിനെ നമ്മൾ ബ്ലോക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ്. അപ്പോൾ അതിന്റെ നെർവിന്റെ ചുറ്റിലുമാണ്, നെർവിലേക്കല്ല കൊടുക്കുക. ലിഗ്നോക്കെയിൻ, ബുപ്പിവാക്കെയിൻ പോലെയുള്ള മരുന്നുകൾ അത് തന്നെ പല ഡിഫറെന്റ് വഴികളിലൂടെ കൊടുക്കാം. അടുത്ത റൂട്ട് ആറാമത്തെ ഇൻട്രാവീനസ് റീജിയണൽ അനസ്തീഷ്യ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അതിന് ബെയേഴ്സ് ബ്ലോക്ക് എന്നാണ് പറയാ. ബെയേഴ്സ് ബ്ലോക്ക് ഇപ്പൊ കാലിൽ എന്തെങ്കിലും സർജറി ചെയ്യണമെങ്കിൽ അങ്ങോട്ടേക്ക് മാത്രം. സാധാരണ ഇൻട്രാവീനസ് ആകുമ്പോൾ മിക്കവാറും ഉപയോഗിക്കുക 5% ലിഗ്നോക്കെയിൻ ആയിരിക്കും ഉപയോഗിക്കുക. ഏഴാമത്തെ ഉപയോഗം സ്പൈനൽ അനസ്തീഷ്യയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സ്പൈനൽ അനസ്തീഷ്യ എന്ന് പറയുമ്പോൾ CSFിലേക്കാണ് കൊടുക്കുക. സബ് അരക്നോയിഡ് സ്പേസിലാണ് നമ്മൾ കൊടുക്കുക. ലിഗ്നോക്കെയിൻ കൊടുക്കാം, ബുപ്പിവാക്കെയിൻ പോലെയുള്ള മരുന്നുകൾ കൊടുക്കാം. എട്ടാമത്തത് എപ്പിഡ്യൂറൽ അനസ്തെറ്റിക് ആയിട്ട് കൊടുക്കാം. നമുക്ക് എവിടെയാണ് വേണ്ടതെന്നനുസരിച്ച് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കും കൊടുക്കുക. വേദന കുറയുന്ന അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു ടുഹൈസ് സിറിഞ്ച് വെച്ചിട്ടായിരിക്കും നമ്മൾ സാധാരണ ഇത് കൊടുക്കുക. ദെൻ ഡ്യൂറാമാറ്ററിന് തൊട്ട് മുകളിലാണ്, അതുകൊണ്ടാണ് എപ്പിഡ്യൂറൽ എന്ന് പറയുക. ലിഗ്നോക്കെയിൻ കൊടുക്കുന്നുണ്ട്, ഡൈബ്യൂക്കെയിൻ കൊടുക്കും. സോ ഈ ഭാഗം നമുക്ക് പ്രത്യേകം ഇതൊക്കെ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് പ്രത്യേകം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ യൂസസിൽ ഇത് വേഗം പറഞ്ഞു പോയത്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. ഇനി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോരോ ഡ്രഗുകളെ പറ്റി പറയുമ്പോൾ അവയുടെ യൂസും അഡ്വേഴ്സ് എഫക്റ്റ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് പറയാം. സോ താങ്ക് യു ഫോർ ലിസണിങ്.